വിഷ്ണു അരവിന്ദ് സംവിധാനം ചെയ്ത് ബിപിൻ മോഹൻ, ജയ് വിഷ്ണു രണ്ടുപേരും റൈറ്റേഴ്സാണ്. ഷറഫുദ്ദീൻ ലീഡിംഗ് റോളിലെത്തിയ സിനിമയാണ് മധുവിധു. സിനിമയിൽ നായികയായിട്ട് എത്തിയിരിക്കുന്നത് നമ്മുടെ കല്യാണി പണിക്കരാണ്. നമ്മുടെ ബിന്ദു പണിക്കറിൻ്റെ മകളാണ്. പുള്ളിക്കാരിയുടെ ആദ്യത്തെ സിനിമയാണെന്ന് തോന്നുന്നു. പിന്നെ നമ്മുടെ ജഗദീഷ്, അസീസ്, ഒരു പക്കാ ഫാമിലി എൻ്റർടൈനർ സിനിമ. ഇത്രയും മനോഹരമായിട്ടുള്ളൊരു സിനിമ ഞാൻ ഈ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. നല്ല സ്ക്രിപ്റ്റ്, നല്ല ഡയറക്ഷൻ, അതുപോലെ തന്നെ പെർഫോമൻസ് ബേസ് എല്ലാവരും കിഡുമായിട്ട് ചെയ്തിട്ടുണ്ട്. മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോർ, സിനിമോട്ടോഗ്രാഫി, എവറിത്തിങ് വെരി ഗുഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഫാമിലിക്ക് വേണ്ടി ഒരു സിനിമ സജസ്റ്റ് ചെയ്യാണ്. കാരണം ഈ ഒരു വെക്കേഷനിൽ കുടുംബമായിട്ട് ഒത്ത് തിയേറ്ററിൽ വന്ന് കണ്ട് എൻജോയ് ചെയ്ത് ചിരിക്കാനും ചിന്തിക്കാനും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട്. ഒരു ഫാമിലിയിൽ നടക്കുന്ന സംഭവങ്ങളാണ്. അതായത് സ്ത്രീകളില്ലാത്ത ഒരു കുടുംബം, ആ കുടുംബത്തിൽ നടക്കുന്ന സംഭവങ്ങളും പിന്നീട് ആ കുടുംബത്തിൽ സ്ത്രീകൾ വരുന്നതായിട്ടുള്ള സംഭവങ്ങളും. സായികുമാറിൻ്റെ മകളായിട്ടാണ് ഇതിനകത്ത് കല്യാണി പണിക്കര വരുന്നത്. എനിക്ക് ഒരുപാട് ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ തലകുത്തിയിരുന്ന് ചിരിച്ചെന്ന് വേണം പറയാം. അമ്മാതിരി കോമഡിയാണ്. ഷറഫുദ്ദീൻ്റെ ഒരു ആക്ടിങ്, അതുപോലെ തന്നെ നമ്മുടെ അസീസ് പൊള്ളിയായിട്ടുണ്ട് കേട്ടോ. അസീസ് ഈ അടുത്ത കാലത്ത് എടുത്തിട്ടുള്ള കഥാപാത്രങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നിനൊന്നിന് ബെറ്ററാന്ന് പറയാം. അസീസ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ജീവിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളി പെർഫോമൻസ്, ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ്. പുള്ളി ഒരു കേബിൾ TV നടത്തുന്ന ഒരാളാണ്. നമ്മുടെ ഷറഫുദ്ദീൻ്റെ അച്ഛൻ്റെ അനിയനായിട്ടാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ നമ്മുടെ ജഗദീഷും അടുത്ത കാലങ്ങളായിട്ട് നല്ല നല്ല കഥാപാത്രങ്ങൾ ചെയ്യുന്നുണ്ട്. ഇമോഷണൽ രംഗങ്ങളൊക്കെ കിഡുവായിട്ട് ചെയ്തിട്ടുണ്ട്. അച്ഛനും മകനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയൊക്കെ നല്ല അടിപൊളിയായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കല്യാണിയും നമ്മുടെ ഷറഫുദ്ദീനും തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രി, അവരുടെ ആ ഒരു സീനൊക്കെ ഉണ്ടല്ലോ, ശരിക്കും നമ്മുടെ മനസ്സിനെ നന്നായിട്ട് തട്ടുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് ഇഷാം അബ്ദുൽ വഹാബാണ്. പഴയ ഐഡിയ സ്റ്റാർ സിംഗറാണ്. ഒരുപാട് സിനിമകളിൽ പുള്ളി മ്യൂസിക് ചെയ്തിട്ടുണ്ട്. നല്ല നല്ല സോങ്ങുകളും അതിൻ്റെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും ഒക്കെ അടിപൊളിയായിട്ടാണ്. സിനിമോട്ടോഗ്രാഫിയൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ്. ഷറഫുദ്ദീൻ വളരെ കൂളായിട്ടാണ് ഈ സിനിമയ്ക്കകത്ത് ചെയ്തിരിക്കുന്നത്. ചിരിക്കാൻ ഒരുപാട് സംഭവങ്ങളുണ്ട് കേട്ടോ. ഓർത്തോർത്ത് ചിരിക്കാൻ പറ്റുന്ന ചില കോമഡികളും സംഭവങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഈ വാഴ സിനിമയിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇത്രയും എൻജോയ് ചെയ്ത് ചിരിച്ചിട്ടില്ല. അതുപോലത്തെ കോമഡിയാണ് സിനിമയ്ക്കകത്തുള്ളത്. പക്ഷേ ഈ സിനിമയൊക്കെ തിയേറ്ററിലേക്ക് ആള് വന്ന് സിനിമ കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാം. കാരണം ഞാൻ എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഈ സിനിമ കാണുന്നവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കാരണം അതുപോലെ ചെയ്തു വെച്ചിട്ടുണ്ട്. കുടുംബപരമായിട്ട് തിയേറ്ററിൽ വന്ന് ചിരിച്ചു മറിയാനായിട്ടുള്ള എല്ലാ ചേരുവകളും ചേർത്ത് വെച്ചിട്ടുള്ള ഒരു പക്ക ഫാമിലി എൻ്റർടൈനർ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സ്റ്റാഫ് നല്ല കോമഡിയൊക്കെ ആയിട്ട് ഇങ്ങനെ വരും. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് കഥയിലേക്ക് വരുമ്പം നമ്മുടെ സായികുമാറിൻ്റെ ഒക്കെ ഒരു പെർഫോമൻസ് ഉണ്ട് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട്. പുള്ളിയുടെ ഒരു സംഭവം അറിയാമല്ലോ. പിന്നെ ഇതിൻ്റെ ക്ലൈമാക്സ് പോർഷനിൽ വരുമ്പോഴത്തേക്ക് ബിന്ദു പണിക്കറിനെ ഒരു സീനിൽ കാണിക്കുന്നുണ്ട്. നല്ല രീതിയിൽ ചിരിക്കാനായിട്ടുള്ള സംഭവം. കാരണം ഞാൻ ഇതിനകത്ത് ഒരുപാട് ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ ഇൻ്റർവെൽ പഞ്ചൊക്കെ ഭയങ്കര ട്വിസ്റ്റാണ്. അപ്പോൾ അതൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. എല്ലാവരും അത്യാവശ്യം കിഡിലനായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി ഒരു സിനിമ, ഒരു കുടുംബ പ്രേക്ഷകർക്ക് കാണാൻ പറ്റുന്ന നല്ലൊരു സിനിമ. ഒരു വെക്കേഷൻ കുടുംബ പ്രേക്ഷകർക്ക് വന്ന് തിയേറ്ററിൽ കാണാൻ പറ്റുന്ന ഒരു അടിപൊളി സിനിമ തന്നെയാണ്. ഷറഫൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആണ് കേട്ടോ. നിങ്ങളത് സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാകും. എന്താണെങ്കിലും ഇത്തരം സിനിമകൾ തിയേറ്ററിൽ വന്ന് കുടുംബ പ്രേക്ഷകർ വന്നിരുന്ന് കണ്ട് എൻജോയ് ചെയ്ത് പോകാൻ പറ്റിയാണ്. ഫാമിലി അറ്റാച്ച്മെൻറ്റും ഒക്കെ ആയിട്ട് നല്ല രീതിയിൽ തന്നെ അത് കഥ പറഞ്ഞിട്ടുണ്ട്. അതിന് റൈറ്റേഴ്സും അതുപോലെ തന്നെ ഡയറക്ടർക്കും വലിയൊരു സല്യൂട്ട്. പിന്നെ നമ്മുടെ ഇഷാമിൻ്റെ മ്യൂസിക്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ നൈസ് പൊളിയായിട്ടുണ്ട്. എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സിനിമ കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. എന്താണേലും കൊടുത്ത കാശ് മുതലായി. അടുത്തൊരു സിനിമ വിശേഷമായിട്ട് വീണ്ടും കാണാം. ബൈ.